അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ പ്രത്യേകമായ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സാമ്പത്തിക ശാസ്ത്രപരമായ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. എന്താണ് വിഷയം? തൊഴിൽ വിഭജന സിദ്ധാന്തം. എന്താണ് ഈ തൊഴിൽ വിഭജന സിദ്ധാന്തം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആദം സ്മിത്ത്. അദ്ദേഹം 1723 ജനിച്ച് 1790 മരണപ്പെട്ട വ്യക്തിയാണ്. പ്രശസ്തനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. മാത്രവുമല്ല, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടാണ് ആദം സ്മിത്തിനെ ലോകം കണക്കാക്കുന്നത്. കാരണം സാമ്പത്തിക ശാസ്ത്രത്തിന് അത്രമാത്രം സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് രാഷ്ട്രങ്ങളുടെ സമ്പത്ത്, വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം. ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം തൻ്റെ സിദ്ധാന്തങ്ങളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 16-ാം വയസ്സിൽ തന്നെ ആദം സ്മിത്ത് സാമ്പത്തിക മേഖലയിലേക്ക് തൻ്റെ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം പറയുന്നത്. അതിന് അദ്ദേഹത്തെ സ്വാധീനിച്ച പ്രധാന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടിയായിരുന്ന ഡേവിഡ് ഹ്യൂം എന്നതും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. അപ്പോൾ ആദം സ്മിത്ത് ആണ് എന്ത് കൊണ്ടുവന്നത്? തൊഴിൽ വിഭജന സിദ്ധാന്തം കൊണ്ടുവന്നത്. ഈ സിദ്ധാന്തം സാമ്പത്തിക മേഖലയിൽ, പ്രത്യേകിച്ച് വ്യവസായ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്താണിത് ഇദ്ദേഹം കൊണ്ടുവരാൻ, ഇങ്ങനൊരു സിദ്ധാന്തം ആവിഷ്കരിക്കാൻ കാരണം? അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കാലത്ത് അഥവാ 18-ാം നൂറ്റാണ്ടിൽ നിർമ്മാണ മേഖലയിലുണ്ടായ പ്രതിസന്ധിയാണ്. ഈ സിദ്ധാന്തം അദ്ദേഹം രൂപീകരിച്ച സിദ്ധാന്തത്തിന് പറയുന്ന പേര് തന്നെ എന്താണ്? പിൻ മേക്കിംഗ് തിയറി എന്നുള്ളതാണ്. സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്ക് ഈ സിദ്ധാന്തം പഠിക്കൽ അനിവാര്യമാണ്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ഇത്. ഇതിന് ഇന്നറിയപ്പെടുന്നത് എന്താണ്? തൊഴിൽ വിഭജന സിദ്ധാന്തം എന്നതാണ്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? പിൻ മേക്കിംഗ് തിയറി എന്നത് പറയാൻ കാരണം എന്താണ്? നമ്മുടെ പ്രത്യക്ഷത്തിൽ വളരെ സിമ്പിളായ ഒരു നിർമ്മാണമാണ് പിൻ എന്നുള്ളത്. ഈ പിൻ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ നിരവധി ആളുകളുടെ ആവശ്യങ്ങളുണ്ട്. സാധാരണ വളരെ സിമ്പിളാണെങ്കിൽ പോലും നിരവധി ആളുകളുടെ പ്രവൃത്തി അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്ന് നിർമ്മിക്കുമ്പോൾ അതിന് വൈദഗ്ധ്യമുള്ള ആളുകൾ വേണം. ആദം സ്മിത്തിന്റെ കണക്കനുസരിച്ച് ഈ ഒരു പിന്ന് നിർമ്മിക്കാൻ 18 ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. 18 ഘട്ടങ്ങളായിട്ടാണ് പിൻ നിർമ്മാണത്തെ അദ്ദേഹം വിഭജിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ. അതിലൊന്നാണ് ഈ പിന്ന് നിർമ്മിക്കാൻ വേണ്ടിയുള്ള കമ്പി എടുക്കുക എന്നത്. ആ കമ്പി കട്ട് ചെയ്യുക, ആ കട്ട് ചെയ്ത കമ്പികളെ വളവും തിരിവുകളൊക്കെ നിർത്തുക, അതിലെ പരിമിതികൾ വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുക. പിന്നീട് ആ പിന്ന് എന്ത് ചെയ്യുക? മൂർച്ച കൂട്ടുക, അതിൻ്റെ തലക്കൽ മൊട്ട് കൊടുക്കുക. ഇത് മുറിച്ച കഷ്ണങ്ങളെല്ലാം ഒരേ വലുപ്പത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കുക. പിന്നീട് ഇത് പേക്കുക. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ 18 ഘട്ടങ്ങൾ ഒരു പിൻ നിർമ്മിക്കുമ്പോൾ
ഉണ്ട് എന്നതാണ് ആദം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പിൻനിർമ്മിക്കുമ്പോൾ ഈ 18 ഘട്ടങ്ങളോളം വരുന്ന ഈ പിൻനിർമ്മാണത്തിന്റെ ഓരോ പ്രവൃത്തിയും ഓരോ വ്യക്തികൾ ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന് അതിന്റെ കമ്പി എടുക്കുന്ന ഒരു വ്യക്തി, അതിന് യോജിച്ചതായ കമ്പി സെലക്ട് ചെയ്യേണ്ടത് ഒരു വ്യക്തി. മറ്റൊരു വ്യക്തിക്ക് ജോലി എന്താണ്? ആ കമ്പി കട്ട് ചെയ്യുക എന്നുള്ളത്, പിന്നിന് ആവശ്യമായ രൂപത്തിൽ കട്ട് ചെയ്യുക. മറ്റൊരു വ്യക്തിക്ക് ജോലി എന്ത്? അതിന്റെ വളവുകളും ഉണ്ടെങ്കിൽ നിർത്തുക, അതിന്റെ അളവ് പരിശോധിക്കുക, അതിന് മൊട്ട് കൊടുക്കുക, അതിനെ കൂപ്പിക്കുക, അത് പാക്ക് ചെയ്യുക. ഇങ്ങനെ ഓരോ വർക്കുകളും ഓരോ ജോലികളും ഓരോ ആളുകളെ ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തി അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആകും, എക്സ്പേർട്ട് ഉള്ള ആളാകും, നല്ല കഴിവുള്ള ആളാകും, മികച്ച ആളാകും എന്നതാണ് ആദം സ്മിത്തിന്റെ തിയറി. അതാണ് തൊഴിൽ വിഭജനം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, വൈദഗ്ധ്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഓരോ വ്യക്തിയിലും വൈദഗ്ധ്യമുള്ള ആളുകൾ ഉണ്ടാകും. അതല്ലാതെ ഈ 18ഓളം ഈ നിർമ്മാണത്തിന് വേണ്ട 18ഓളം ഘട്ടങ്ങൾ ഒരേ വ്യക്തി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ വൈദഗ്ധ്യങ്ങൾ കുറഞ്ഞു വരും. മാത്രവുമല്ല, ഉൽപാദനക്ഷമതയും കുറയും എന്നാണ് ആദം സ്മിത്ത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അക്കാലത്ത് ഈ തിയറി കൊണ്ടുവന്നു. ഈ തിയറി കൊണ്ടുവന്നപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 48,000 പിന്നുകൾ നിർമ്മിക്കാൻ സാധിച്ചു. എത്ര ആളുകൾ ഉപയോഗിച്ച്? 10 ആളുകൾ ഉപയോഗിച്ച് എന്നുള്ളതാണ്. അതാണ് വൈദഗ്ധ്യമുള്ള ആൾ ഉയർന്നു വന്നു എന്നർത്ഥം. അതേസമയം ഈ 48,000 പിന്നുകൾ ഓരോ പിന്നും ഒരാൾ തന്നെ അതിന്റെ എല്ലാ വർക്കുകളും ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ 100, 200, 1000 ആളുകൾ വേണ്ടിവരും ഈ 48,000 പിന്നുകൾ നിർമ്മിക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ വർക്കുകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. തൊഴിലാളികൾ വൈദഗ്ധ്യമുള്ളവർ ഉയർന്നു വരുന്നു. അതോടൊപ്പം കമ്പനികൾക്ക് ലാഭവും ഉണ്ടാകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്ത് ഈ സിദ്ധാന്തത്തിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓരോ ഫാക്ടറിയിലും എന്ത് ചെയ്യുക? ഇങ്ങനെ തൊഴിൽ വിഭജനം നടത്തിയാൽ എല്ലാ നിലക്കും പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഈ ഒരു സിദ്ധാന്തം, ഈ തൊഴിൽ വിഭജന സിദ്ധാന്തം ഇവിടെ മാത്രം ഒതുക്കേണ്ട കാര്യമല്ല, എല്ലാ മേഖലയിലേക്കും കൊണ്ടുവരേണ്ടതാണ്. ഒരു ഫാക്ടറിയിൽ മാത്രം നടപ്പിലാക്കേണ്ട ഒരു സിദ്ധാന്തം അല്ല ഇത്. ഓരോ മേഖലയിലും, ഓരോ തൊഴിൽ മേഖലയിലാകട്ടെ മറ്റേത് മേഖലയിലാകട്ടെ, ഇതേപോലെ വിഭജനങ്ങൾ ഏർപ്പെടുത്തിയാൽ അവർക്കിൽ വൈദഗ്ധ്യമുള്ളവർ ഉയർന്നു വരും. ഇപ്പോഴത്തെ സംഘടനാ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ഈ മേഖലയിലേക്കാണ് കടന്നു വരുന്നത്. ഈ സിദ്ധാന്തം ഉപയോഗിച്ചാണ് ഓരോ വിഭജനങ്ങൾ വരും. സംഘടനാ പ്രവർത്തന രംഗത്തും എല്ലാ മേഖലയിലും വിഭജനങ്ങൾ വരുന്നു. ഭരണരംഗത്ത് വിഭജനമുണ്ട്. എന്തിനാണ്? നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു നോക്കുക. ഭരണത്തിന് ഓരോരോ വകുപ്പുകൾ ഏർപ്പെടുത്തി. എന്തിനാണ്? എല്ലാ വകുപ്പുകളും ഒരാൾ കൈകാര്യം ചെയ്താൽ പോരെ? ആഭ്യന്തരമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, അതല്ലെങ്കിൽ മറ്റേത് ഇതാകട്ടെ, ആരോഗ്യമാകട്ടെ, അതല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പാകട്ടെ, ഇതെല്ലാം ഒറ്റ ആളിൽ ആക്കിയാൽ എന്താ പ്രശ്നം? ഭരിക്കാൻ കഴിയില്ല? സാധിക്കും. പക്ഷേ കൃത്യമായ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല. വൈദഗ്ധ്യം ഉണ്ടാവുകയും ഇല്ല. അത് പരാജയത്തിലേക്കായിരിക്കും കലാശിക്കുക. അതുകൊണ്ട് തന്നെ ആദം സ്മിത്തിന്റെ ഈ തൊഴിൽ വിഭജന സിദ്ധാന്തം എല്ലാ മേഖലയിലേക്കും കൊണ്ടുവരാവുന്നതാണ്. വെറും വ്യവസായ മേഖലയിൽ മാത്രമല്ല, ഏതെല്ലാം പറ്റുമോ ആ മേഖലയിലേക്കെല്ലാം കൊണ്ടുവന്നാൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും. വ്യക്തികളിൽ വൈദഗ്ധ്യം ഉണ്ടാക്കാൻ സാധിക്കും. ഏത് മേഖലയിലാണോ ഇത് കൊണ്ടുവരുന്നത്, ആ കൊണ്ടുവരുന്ന മേഖലയിൽ പുരോഗതി ഉണ്ടാക്കാനും
സാധിക്കും. അതോടൊപ്പം സാമ്പത്തികപരമായിട്ടും സമയമായിട്ടും എല്ലാ നിലക്കും ലാഭങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന് പറയുന്ന പേരാണ് പിൻ മേക്കിംഗ് തിയറി അഥവാ പിൻ നിർമ്മാണ സിദ്ധാന്തം എന്നതാണ് ആദം സ്മിത്ത് ഇതിന് പേരിട്ടിരിക്കുന്നത്. എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് ഈ പറയുന്നതിൽ വല്ല തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.